ഒട്ടുമാവ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കുഴിച്ചു വെക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു 2 വർഷം കൊണ്ട് ഈ ഒട്ടുമാവ് പെട്ടെന്ന് കായ്ക്കാൻ പറ്റുന്ന. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഒട്ടുമാവ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുഴിച്ചു വെക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു 2 വർഷം കൊണ്ട് ഇതിൽ നിന്ന് ഫലം പറിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അത് എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മുൻ വീഡിയോസൊക്കെ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ ഒട്ടുമാവ് കുഴിച്ചു വെക്കുന്ന അതിൻ്റെ കാര്യങ്ങളിലേക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, എന്നിപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഈ മാവ് കുഴിച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയൊരു കുഴി എടുത്തിട്ടുണ്ട്. ഇവിടെ നേരത്തെ മിറ്റിലിട്ട് ഷീറ്റ് ഇത് പ്ലാസ്റ്റിക് വിരിച്ചേക്കുമായിരുന്നു, പുല്ല് കിളുക്കായിരിക്കും. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നമ്മളൊരു കുഴി എടുത്തിട്ടുണ്ട്. അപ്പം വെള്ളക്കെട്ടില്ലാത്ത സ്ഥലം വേണം നമ്മൾ മാവ് കുഴിച്ചു വെക്കാൻ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒത്തിരി വെള്ളം കെട്ടുന്ന സ്ഥലത്ത് നമ്മളിത് കുഴിച്ചു വെച്ചാൽ ഇത് അളിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഒരു ഗ്രാഫ്റ്റ് ചെയ്ത ഒട്ടുമാവാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അപ്പം മെയിനായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഗ്രാഫ്റ്റ് ചെയ്ത പോർഷൻ ഉണ്ട്. ഗ്രാഫ്റ്റ് ചെയ്ത പോർഷൻ്റെ തൊട്ട് താഴെ വരെ മണ്ണ് ഇടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ താഴോട്ട് ഇതുപോലെ വിത്ത് പൊട്ടി കിളുത്താൽ നമ്മളത് ഒടിച്ച് കളയണം. അപ്പോൾ ഇതിൻ്റെ മേളോട്ട് മാത്രമാണ് നമ്മൾ കിളുത്തിട്ട് വേണം നമുക്ക് വലിയ മാവായിട്ട് വരാൻ. അപ്പം നല്ല ഒരു വിത്താണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിലൊരു ചന്ദനം എന്നുള്ള ഒരു പേരിലുള്ള ഒരു ഒട്ടുമാവാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് കുഴിച്ച് വെക്കാം. നമ്മുടെ കൂടെ നമ്മുടെ ഇസാമോനും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇസാമോനെ കൊണ്ടാണ് നമ്മൾ ഈ മാവ് കുഴിച്ച് വെപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് ബാക്കി കുഴിച്ച് വെക്കുന്ന കാര്യങ്ങളിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ മാവ് നടുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ജൈവവളം നമ്മളെടുത്ത കുഴിയിലേക്ക് നിറയ്ക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉണങ്ങിയ ചാണകപ്പൊടിയാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം നമ്മൾ നടാൻ പോകുന്ന കുഴിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ആവശ്യത്തിനുള്ള ചാണകപ്പൊടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചാണകത്തിനകത്ത് നമുക്ക് നൈട്രജൻ്റെ ഒക്കെ അളവ് കൂടുതലാണ്. അപ്പോൾ ഇത് ഗ്രോ ചെയ്യാനുള്ള വളർച്ചയ്ക്ക് ഈസി ആയിട്ട് വരും മാവിൻ തൈക്ക്. ഇതിൻ്റെ കൂടെ എല്ലുപൊടി ഉണ്ടെങ്കിൽ എല്ലുപൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാനിപ്പം തൽക്കാലം ചാണകപ്പൊടി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഫ്രണ്ട്സ്, നമ്മളിത് ഇതിൻ്റെ പ്ലാസ്റ്റിക് കട്ട് ചെയ്ത് കളയാൻ പോവുകയാണ്. ആദ്യം നമുക്കിത് ഇത് വാങ്ങിയപ്പോൾ അവർ തന്നൊരു ചാകുണ്ട്, ആദ്യം അതൊന്ന് റിമൂവ് ചെയ്ത് കളയാം. ചന്ദനം എന്ന് പറയുന്ന ഒരു കിണത്തിൽപ്പെട്ട ഒരു മാവും തൈയാണ് നമ്മൾ കുഴിച്ച് വെക്കുന്നത്. അപ്പോൾ അതാദ്യം നമ്മൾ റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക്കും കൂടെ നമുക്ക് മാറ്റാം, റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ ഇത് കണ്ടോ, വേരൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. നമ്മളിത് ഏകദേശം വാങ്ങിയിട്ടൊരു 2 മാസത്തോളമായി നമ്മുടെ കയ്യിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ഒന്ന് മഴയൊക്കെ ആകട്ടെ എന്ന് കണ്ട് നമ്മളിത് കുഴിച്ച് വെക്കാൻ നല്ല ഉണക്ക സമയത്താണ് വാങ്ങിയത്. എന്തായാലും നമ്മളിത് പ്ലാസ്റ്റിക്കൊക്കെ റിമൂവ് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലതായിട്ട് വേരൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഈ പ്ലാസ്റ്റിക്കൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിത് കുഴിച്ച് വെക്കാൻ പോകുന്നതാണ്. നമ്മളെ ഈസാമോനെ കൊണ്ടാണ് ഇത് കുഴിച്ച് വെക്കുന്നത്. അപ്പം നമുക്ക് നേരെ ഈ ഒട്ടുമാവ് കുഴിച്ച് വെക്കാം. ഫ്രണ്ട്സ്, ഇതേ നമ്മുടെ ഈസാമോൻ്റെ കുഴിച്ച് വെക്കാൻ പോവാണ്. കുഴിച്ച് വെക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഇതിലേക്ക് മണ്ണിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ക്രാഫ്റ്റ് ചെയ്ത അതിൻ്റെ താഴ്ഭാഗം വരെ മണ്ണിടാവുള്ളൂ, അതിന് മേളോട്ട് മണ്ണിടല്. അപ്പോൾ നമുക്ക് കുഴിയിലേക്ക് മണ്ണിട്ട് നിറയ്ക്കാം. മണ്ണ് വാരി എടുക്കുന്നു. ഇത് വീടിൻ്റെ മുറ്റമായതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുഴിയെടുത്ത് ഇങ്ങനെ മണ്ണിട്ട് നിറയ്ക്കുന്നത്. ഇപ്പോൾ അല്ലാതെ പറമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്താ പറയുക, തൂമ്പാകൊണ്ടൊക്കെ നമുക്ക് 4 സൈഡിൽ നിന്ന് മണ്ണ് വാരിയിടാനുള്ളതേ ഉള്ളൂ. എന്തായാലും ഈ മാവിൻ്റെ തുടർന്നുള്ള വളർച്ചയും കായ്ഫലങ്ങളുടെയൊക്കെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുന്നതായിരിക്കും. നമുക്കത് ജസ്റ്റ് ഒന്ന് മണ്ണ് ഫുള്ളായിട്ടൊന്ന് നിറച്ചിടാം. ഫ്രണ്ട്സ്, അപ്പോൾ ഒട്ടുമാവ് കുഴിച്ച് വെച്ച വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.
How it's supposed to feel.